ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 11-ാം അധ്യായം നമുക്കൊന്ന് കവർ ചെയ്യാം. 10-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് എ മൈറ്റി ഏഞ്ചൽ, ഒരു ശക്തനായ ഒരു ദൂതൻ ഒരു കാല് കടലിലും ഒരു കാല് ഭൂമിയിലും വെച്ച് നിൽക്കുന്നതായിട്ടും ഒരു ചെറിയ പുസ്തകം ആ ദൂതൻ്റെ കയ്യിലുണ്ട്. ആ വിഷയം നമുക്കൊന്ന് പഠിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. And I saw another mighty angel come down from heaven. അപ്പോൾ ഇവിടെ നമ്മുടെ പല വേദപണ്ഡിതന്മാരും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈസ് ദിസ് ജീസസ് ക്രൈസ്റ്റ്? ഇത് ക്രിസ്തുവാണോ ഈ വന്നത്? കാരണം പുറപ്പാട് പുസ്തകം 13-ന്റെ 21-ാം അധ്യായം അവിടെ നോക്കുമ്പോൾ കർത്താവ്, ദ പില്ലർ ഓഫ് ക്ലൗഡ്, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഈസ് ഷോൺ ആസ് എ പില്ലർ ഓഫ് ക്ലൗഡ്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുരൂപമലയിൽ കർത്താവായ യേശുക്രിസ്തുവും മോശയും ഏലിയാവും മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ കടന്നു വരുമ്പോൾ ഒരു മേഘം ചുറ്റപ്പെട്ടതായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 4-3 ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ലുണ്ട്. ദ കവനന്റ്, ദൈവത്തിൻ്റെ കവനന്റിനെ കാണിക്കുന്ന ദ റെയിൻബോ. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മോശ ഹോരേബിൽ പർവ്വതത്തിൽ കർത്താവിനോട് ദൈവത്തോട് കൂടെ സമയം ചെലവ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തെ തേജസ് അത് മോശയുടെ മുഖത്തേക്കും അത് റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങി. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1-16 കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുമ്പോൾ പറയുന്നത് മുഖം സൂര്യനെ പോലെ ശോഭയുള്ളവനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 1-15 കർത്താവിൻ്റെ കാലുകൾ ഈ വെള്ളോടിന് സമമായി, ബ്രോൺസ് ദാറ്റ് ഈസ് ഹീറ്റഡ് അപ്പ് ഇൻ ഫർനസ്, അതുപോലെ കർത്താവിൻ്റെ കാലുകളായിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ക്രിസ്തുവാണോ? ഈസ് ദിസ് ക്രൈസ്റ്റ്? ആക്ച്വലി ഇതൊരു ദൂതനാണ്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇറ്റ്സ് നോട്ട് ക്രൈസ്റ്റ്. ഗ്രീക്കിൽ ഈ ദ വേർഡ് അനദർ, ആൻഡ് ഐ സോ അനദർ മൈറ്റി ഏഞ്ചൽ, ആ വേർഡിന് ആലോസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ആ രണ്ട് വാക്കുകൾ, ഗ്രീക്കിലുള്ള രണ്ട് വാക്കുകളുണ്ട്, മറ്റൊന്ന്, മറ്റൊരു എന്ന് ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ആലോസും ഹെറ്ററോസും. ഒരേ ടൈപ്പിലുള്ള മറ്റൊരു എന്ന് കാണിക്കുന്നതാണ് അലോസ്. അപ്പോൾ മറ്റ് ദൂതന്മാരെ പോലെ ഒരു ദൂതൻ, ശക്തനായൊരു ദൂതനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഈ അതിൻ്റെ നമുക്ക് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 5-7 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ദൂതൻ ഒരു കാല് കടലിലും ഒരു കാല് ഭൂമിയിലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആ അധികാരത്തെ കാണിക്കുന്നതാണ്. നമുക്കറിയാം, ദാനിയേൽ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മീഖായേലാണ് ഇസ്രായേൽ ദേശത്തിൻ്റെ ആ ഒരു ആർക്ക് ഏഞ്ചൽ. ദാനിയേലിനോട് ഗബ്രിയേൽ പറയുക, നിന്റെ ജനത്തിന് വേണ്ടി നിൽക്കുന്ന പ്രധാന ദൂതൻ മീഖായേൽ എന്ന് എടുത്തു പറയുകയാണ്.
ഒന്നത് അധികാരത്തെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 10 അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇനി കാലമുണ്ടാകയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. Praise the Lord. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ദൂതൻ എന്ത് ചെയ്യുകയാണ്? ദൂതനേക്കാൾ വലിയവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുകയാണ്. അത് നമ്മുടെ കർത്താവാണെങ്കിൽ കർത്താവിന് തുല്യനാരുമില്ല, അല്ലേ? ത്രിയേക ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന അലോസ് എന്നുള്ള വാക്ക്, ഞാൻ മറ്റൊരു സഹായിയെ നിങ്ങൾക്ക് നൽകും, ആശ്വാസകരെ നിങ്ങൾക്ക് നൽകും എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ? യോഹന്നാൻ സുവിശേഷത്തിൽ ഐ വിൽ സെൻഡ് യു അനദർ കംഫർട്ടർ. അവിടെ അലോസ് എന്ന വചനമാണ്, ഗ്രീക്ക് പദമാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാണിക്കുന്നത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒരേ എസൻസ്, ദ സെയിം എസൻസ് ആവുന്നത്. അപ്പൊ ഈ ദൂതൻ അവനേക്കാൾ വലിയവൻ ആയ ഒരു നാമത്തിൽ സത്യം ചെയ്യുകയാണ്. ആ നാമത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. ഹീ ലിവത്ത് ഫോർ എവർ ആൻഡ് എവർ. രണ്ടാമത്തെ പ്രത്യേകത, ഹീ ഈസ് ദ വൺ ഹൂ ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്. അപ്പോൾ ആരുടെ നാമത്തിലാണ് ചൊല്ലി സത്യം ചെയ്തത്? കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സവിശേഷതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വർണ്ണിക്കുമ്പോൾ പറയുവാണ്, കർത്താവാണ് സകലതും സൃഷ്ടിച്ചത്. ഈ വെളിപ്പാട് പുസ്തകം 10-ന്റെ 6-7 കാണുന്നത് പോലെ ഉള്ളൊരു റെഫറൻസാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ന്റെ 16. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനായി സൃഷ്ടിക്കപ്പെട്ടു. ബൈ ഹിം, ഫോർ ഹിം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നാമത്തിലാണ് ഈ ദൂതൻ സത്യം ചെയ്യുന്നത്. മീഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് ഗോഡ് എന്നൊരു ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ലൈക്ക് ഗോഡ്? ദൈവത്തെ പോലെ ആരുള്ളൂ? അതൊരു മീനിങ് ആണ്. മറ്റൊരു മീനിങ് ആണ് ദ വൺ ഹൂ ഈസ് ലൈക്ക് ഗോഡ്. ഈ ദ വൺ ഹൂ ഈസ് ലൈക്ക് ഗോഡ് എന്ന് പറയുമ്പോൾ ഹീ ഈസ് നോട്ട് ഗോഡ്, ഹീ ഈസ് ലൈക്ക് ഗോഡ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ബലമാകുന്നു. ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഹൂ ഈസ് ദിസ് ഏഞ്ചൽ? ഇറ്റ്സ് എ ക്രിയേറ്റഡ് ബീയിങ്. ഹി ഹാസ് അതോറിറ്റി ഓവർ ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഓൺ ദ സീസ്. ഈ ദൂതൻ്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകമുണ്ട്. നമുക്ക് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 10:8-10 വരെയുള്ള വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. വെളിപ്പാട് പുസ്തകം 10:8-10 വരെയുള്ള വാക്യം നാം വായിച്ച ഇവിടെ ദൈവം ഒരു പ്രത്യേക ഒരു കമാൻഡ് കൊടുക്കുക. യോഹന്നാനോട് പറയുക,
ആ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചെറിയ പുസ്തകം അത് വാങ്ങിച്ച് കഴിക്കുക. ഇതുപോലെ ഒരു കമാൻഡ് എഹെസ്കേലിന് ദൈവം എഹെസ്കേൽ 2-3 അധ്യായങ്ങളിൽ കൊടുക്കുന്നുണ്ട്. യെരമ്യാവിനോട് പറയുന്നുണ്ട്. യെരമ്യാവ് ചുരുള് കഴിക്കുന്നു. ചുരുള് കഴിച്ചിട്ട് യെരമ്യ പറയുന്നു, നാവ് അത് വളരെ മധുരമാകുന്നു, ദൈവത്തിൻ്റെ വചനം വളരെ മധുരമാകുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ദൈവം യോഹന്നാനോട് പറയുക, ഈ പുസ്തകം വാങ്ങി കഴിക്കുക. അതിൻ്റെ അർത്ഥം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുക, ആ പുസ്തകത്തിൽ ഉള്ളത് ടേക്ക് ഇൻ, അണ്ടർസ്റ്റാൻഡ്. അതാണ് അതിനകത്തെ ആ ഒരു കോൺസെപ്റ്റ്. എഹെസ്കേലിനോട് പറയുമ്പോൾ ആ ചുരുളിൽ പുറത്തും അകത്തുമായിട്ട് എഴുതിയിരിക്കുന്ന ചുരുള് ഇസ്രായേലിന് വേണ്ടിയുള്ള വാർണിങ്ങുകൾ, മുന്നറിയിപ്പുകൾ, അവരുടെ കഠിന ഹൃദയത്തിനെ കുറിച്ച്, അവരുടെ ആ റിബല്യസ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ആ ചുരുളിൽ എഴുതിയിരിക്കുക. അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ആ ചുരുളിൽ എഴുതിയിരിക്കുക. അതുപോലെ ഒരു പുസ്തകമാണ് ഈ ദൂതൻ്റെ കയ്യിലിരിക്കുന്നത്. ഏതാണ്? എ ലിറ്റിൽ ബുക്ക്. ഇതിനകത്ത് എന്തുണ്ട്? ഇസ്രായേലിന് ഇത് മധുരിക്കാൻ കാര്യം എന്തുവാ? കാരണം ഇനിയും സമയം അധികം ഇല്ല. ദ ടൈം ഷാൽ ബി നോ മോർ എന്നാണ് ഈ ദൂതൻ പറയുന്നത്. ഇസ്രായേലിന്റെ വിടുതലിന്റെ സമയം അടുത്തു. ഇപ്പോൾ ഈ പ്രയാസത്തിന്റെ, ഈ കഷ്ടകാലത്തിന്റെ ഓൾമോസ്റ്റ് മധ്യഭാഗമായിരിക്കുകയാണ്. ഇനി 3.5 വർഷം കൂടെ ഉള്ളൂ. പക്ഷെ അത് കഴിക്കാൻ കാര്യം എന്തുവാ? വളരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കഷ്ടം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് അത് കഴിക്കുവാൻ കാര്യം. നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂതൻ യോഹന്നാനോട് പറയുക, നിന്റെ മിനിസ്ട്രി ഇവിടെ കഴിയുന്നില്ല. You have to prophesy. Thou must prophesy again before many people and nations and tongues and kings. ഇതെന്താന്ന് വെച്ചാൽ, ദൂതൻ, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പറയുകയുണ്ടായി, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത കൂരിരുട്ട് വരുന്നു, ഒരു രാത്രി വരുന്നു എന്ന്. അത് ചിത്രീകരിക്കുന്നത് മഹോപദ്രകാലത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ആ 2-ാമത്തെ 3.5 വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ വയ്യാത്ത ഒരു കാലം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഈ ലിറ്റിൽ ഫ്ലോക്ക് മെമ്പേഴ്സിൻ്റെ ഈ 70-ാമത്തെ ആഴ്ച, അതായത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച, മഹോപദ്രകാലത്തെ ശുശ്രൂഷയെക്കുറിച്ചല്ല. ആ ടൈമിൽ അവർ ലൈക്ക് ഒരു ലിമിറ്റഡ് ഏരിയയിലാണ് അവരുടെ മിനിസ്ട്രി. അപ്പോൾ തന്നെ നമുക്കറിയാം അവർ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന യഹൂദരുടെ അടുക്കെ പോകുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യും? ലോകമെങ്ങും പോയി അവർ രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കും. ദ ഗ്ലോറിയസ് ഗോസ്പൽ, കർത്താവിൻ്റെ മഹിമ. കർത്താവ് യെരുശലേമിൽ രാജാതിരാജാവായി വാഴുന്ന ആ മഹിമ കുറിച്ച് അവരെന്ത് ചെയ്യും? പറയും. യോഹന്നാൻ, ഇവരെല്ലാവരും, ഇസ്രായേലിൽ കൂടി അന്യജാതികളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ആ ഒരു കാര്യത്തിൻ്റെ കുറിച്ചുള്ളൊരു കാര്യം. ദൗ മസ്റ്റ് prophesy again for many people and nations, tongues and kings. ഇവരുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. വെള്ളസിംഹാസനത്തിൻ്റെ ടൈമിൽ, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് ടൈമിൽ ഒരു വലിയ ദ ഫൈനൽ റിസറക്ഷൻ നടക്കുകയാണ്. ആ റിസറക്ഷനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു
യോഹന്നാൻ സുവിശേഷം 5:28 പറയുന്നത്. ഓൾ ദോസ് ഹു ആർ ഇൻ ദ ഗ്രേവ്സ് ഷാൽ ബി റിസറക്റ്റഡ്. എല്ലാവരും, ചിലർ നിത്യലജ്ജയ്ക്ക്, ചിലർ നിത്യ സന്തോഷത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. അതേസമയം കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ വരുമ്പോൾ, അതായത് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, അവിടെ വെളിപ്പാട് 20:5 പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ദ റെസ്റ്റ് ഓഫ് ദ ഡെഡ്. അവർ, എന്നാൽ മലയാളത്തിൽ വെളിപ്പാട് 20:5 എഴുതിയിരിക്കുന്ന, എന്നാൽ മരിച്ചവരിൽ ശേഷിച്ചവർ 1000 വർഷം കഴിയുന്നത് വരെ ജീവിച്ചില്ല. ഇതാണ് ആദ്യത്തെ പുനരുത്ഥാനം. ഇപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ്, വിശ്വാസികൾ എല്ലാവരും രണ്ടാം വരവിങ്കൽ, ഒലിവ്മലയിലെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അവിടെ പ്രത്യേകം പറയുക, ദ റെസ്റ്റ് ഓഫ് ദ ഡെഡ്, അതായത് അവിശ്വാസികൾ, അവർ ഉയർത്ത് എഴുന്നേറ്റില്ല. അതേസമയം യോഹന്നാൻ 5:28 എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ എന്ത് പറ്റുന്നു? ഇവരുടെ ആ ഒരു മില്ലീനിയൽ പീരീഡിലെ ആ ഒരു മിനിസ്ട്രിയുടെ ഫലം എന്ന് പറഞ്ഞാൽ, ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൽ, ആ 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യർക്ക് ആയുസ് വൃക്ഷം പോലെ നല്ല ആയുസ്സുണ്ട്. എന്നാൽ അനേക വിശ്വാസികൾ നോർമലി മരിക്കുന്നുണ്ട്. അവരും നിത്യജീവനായി എഴുന്നേൽക്കുന്നു. നമുക്കത് കാണാൻ കഴിയും. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നമുക്ക് പഠിക്കാം. 11-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ദേവാലയത്തെ അളക്കുക, 2 സാക്ഷികളുടെ ശുശ്രൂഷ, 7ാമത്തെ കാഹളം. നമുക്ക് വെളിപ്പാട് പുസ്തകം 11:1-2 വായിക്കാം. പിന്നെ ദണ്ഡു പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഇവിടെ മെഷർ ചെയ്യാന്ന് പറയുന്നത് ഏത് മന്ദിരമാ? ഈ 7 വർഷത്തെ 70ാമത്തെ ആഴ്ചയിൽ മഹോപദ്രകാലത്ത് ദ ട്രിബുലേഷണൽ ടെമ്പിളാണ്. അതിനെ മെഷർ ചെയ്യാമെന്ന് പറയുക. അതിനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് ജൂ ആൻഡ് ജെൻറ്റൈൽ, യഹൂദരും അന്യജാതികളും തമ്മിലിടയിൽ എന്തുണ്ട്? ഇപ്പോൾ ആ വേർപാടിൻ്റെ ആ ഒരു നടുച്ചുവർ വീണ്ടും വന്നിരിക്കുക. യഹൂദർക്ക് അകത്ത് കടന്നു വരാം, എന്നാൽ ജാതികൾക്ക്, അന്യജാതികൾക്ക് എന്തുവാ? പ്രകാരം പുറത്തെ ഔട്ടർ കോർട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ദ ടൈംസ് ഓഫ് ജെൻറ്റൈൽസ്, അതായത് ജാതികളുടെ സമയം, ഇത് ആരംഭിച്ചത് ബാബിലോൺ യെരുശലേം നഗരം പിടിച്ചെടുത്ത് അതിനെ കത്തിച്ച് അതിനകത്ത് വിലയേറിയ വസ്തുക്കളെയൊക്കെ ബാബിലോണിൽ തിരിച്ചു കൊണ്ടുപോകുന്ന ആ ടൈം മുതൽ ആരംഭിച്ചിട്ട് അത് അവസാനിക്കുന്ന ഈ മഹോപദ്രകാലത്തിൻ്റെ അവസാന ടൈമിലാണ് അവസാനിക്കുന്നത്. പറയുക, ഇത് 42 months എന്ന് പറയുമ്പോൾ 2ാമത്തെ ഭാഗമാണ്. ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഈ മഹോപദ്രം എന്ന് പറയുന്ന ആ സമയം, 2ാം ഭാഗം. ആ ടൈമിൽ ജാതികൾ ഈ പ്രാകാരം, ഈ ഔട്ടർ കോർട്ടിന് എന്ത് ചെയ്യും? ചവിട്ടി യെരുശലേമിനെ കീഴടക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ മഹോപദ്രം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നാളും യെരുശലേം ദേവാലയം, യെരുശലേം നഗരം ജാതികളുടെ കയ്യിൽ പോവുകയില്ല. അത് അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 69ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, സക്കറിയ പ്രവാചകൻ യോഹന്നാനെ കയ്യിലെടുത്ത് പ്രവചിക്കുമ്പോൾ, ഒരു ഗാനം പാടുമ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവെച്ച് ഞങ്ങൾ സദാകാലം നിൻ്റെ ആലയത്തിൽ ഭയം കൂടാതെ സേവനം ചെയ്യുവാൻ വേണ്ടി. അതാണ് അവരുടെ നിത്യ പ്രത്യാശ. ഫോർ എറ്റേർണലി ഇസ്രായേൽ വിൽ ബി ലൈക്ക്, അവർ വിളിച്ചെടുത്തത് എന്തുവാ? ദ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആയിട്ടാണ്.
അവർ ഭയം കൂടാതെ ദൈവത്തെ സദാകാലം അവരവിടെ ദേവാലയത്തിൽ സേവിക്കും. The two witnesses, the representatives of the law and the prophets. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-4 വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ട് ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലീവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. അതേ കാര്യം നമുക്ക് സക്രിയാവിൻ്റെ പുസ്തകം 4-14 നമുക്ക് വായിക്കാം. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഈ സക്രിയ പ്രവചനം 4-ാം അധ്യായം ഇതേ കാര്യമാണ് പറയുന്നത്. ഈ 2 വിറ്റ്നസ്സസിനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21-22 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃപയുടെ യുഗത്തിൽ യഹൂദനും അന്യജാതികൾക്കും ഒരേ രക്ഷയുടെ മാർഗമുള്ളൂ, വിശ്വാസത്താൽ. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സകല പാപങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ്, അല്ലേ? നാം ദൈവനീതിയാകേണ്ടതിന് വേണ്ടി, റൈറ്റ്? പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. ആ ഒരു കാര്യം 2 പേർ അതിന് സാക്ഷി നിൽക്കുന്നത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും, ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. അവർ ടെസ്റ്റിഫൈ ചെയ്യുക, വിറ്റ്നസ് ചെയ്യുക, യെസ്, കറക്റ്റ്, ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നീതി ദൈവനീതിയാണെന്ന് ഈ 2 കാര്യം, ന്യായപ്രമാണവും പ്രവചനവും പറയുകയാണ്, സർട്ടിഫൈ ചെയ്യുക. യെസ്, വി വിറ്റ്നസ്. ഒരു മാരേജ് രജിസ്റ്ററിൽ വിവാഹത്തിൻ്റെ 2 സൈഡിൽ നിന്ന്, 2 ഭാഗത്തു നിന്ന്, ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂമിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് വിറ്റ്നസ് ചെയ്യും, ഒരു രജിസ്റ്റർ സൈൻ ചെയ്യും. അതുപോലെ ന്യായപ്രമാണവും പ്രവചനവും ഈ കൃപായുഗത്തിൽ കർത്താവിൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്ന അവരുടെ നീതിക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്. യെസ്, ദേ ആർ റൈച്ചസ്. അപ്പോൾ ലൂക്കോസ് 9:30 അതാണ് മറുരൂപമലയിൽ. അവിടെയും 2 പുരുഷന്മാരെ നാം കാണുന്നുണ്ട്. അത് മോശയും ഏലിയാവുമാണെന്ന് നമുക്കറിയാം. ലൂക്കോസ് 24:4 അവിടെയും 2 പുരുഷന്മാരെ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:10 അവിടെയും നമുക്ക് 2 പുരുഷന്മാരെ, വീണ്ടും ഇതേ 2 men എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കവരെ അവിടെ കാണാൻ കഴിയും. ഈ 2 എന്നുള്ള നമ്പർ ന്യായപ്രമാണം പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ്. ആവർത്തന പുസ്തകം 19:15 പറയുന്നത്, 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇത് മോശയും ഏലിയാവും ആണെന്ന്, അവരുടെ മിനിസ്ട്രിയാണ് ഇവർ 2 ചെയ്യുന്നത്. ഇവരുടെ ഈ മിനിസ്ട്രി മഹോപദ്രകാലത്തിൻ്റെ ആദ്യത്തെ 42 മാസമാണ് ഈ മിനിസ്ട്രി നടക്കുന്നത്. 1260 ദിവസം, ദ ഫസ്റ്റ് ഇനീഷ്യൽ പീരീഡ്. അതിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഈ ആൻറ്റൈ ക്രൈസ്റ്റ് വളരെ പ്രബലപ്പെട്ട് ഇവരുടെ മേൽ ജയം കൊള്ളുന്നത്. ഇവർ ഈ ക്ഷണവസ്ത്രം ധരിച്ച് വരുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കോൾ ടു റിപ്പൻറ്റൻസ്. ഒരു ന്യായവിധി വരുന്നു, തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക. ഒരു വലിയ ജഡ്ജ്മെൻറ്റ്, ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു. അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന്. ഇറ്റ് ഈസ് എ കോൾ ടു റിപ്പൻറ്റൻസ് ഫോർ ദ നേഷൻ ഓഫ് ഇസ്രായേൽ. നാം മുന്നോട്ട് വായിക്കുമ്പോൾ 11 അധ്യായം 5-6 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും.
അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചുകളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. വളരെ വണ്ടർ വർക്കിംഗ് മിനിസ്ട്രിയാണ്. നമുക്കറിയാം ഏലിയാവും മോശയും ചെയ്ത അതേ അത്ഭുതങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. ഏലിയാവ് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി 3.5 വർഷത്തേക്ക് ഇസ്രായേലിൽ മഴ വരാതെ കൽപ്പന നൽകി. മോശയിൽ കൂടി ദൈവം മിസ്രൈമിൽ അനേക ബാധകൾ 10 ബാധകൾ അയച്ചു. ഇതേ ബാധകൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 70-ാമത്തെ ആഴ്ച, അതായത് ഈ ട്രിബുലേഷൻ പീരീഡിൽ നമ്മൾ കാണുന്നുണ്ട്. വെള്ളം രക്തമാക്കി. അപ്പോൾ അവരുടെ മിനിസ്ട്രി അതേ അനോയിൻറ്റിങ് ആണ് നാം ഇവിടെയും കാണുന്ന ഇവർ രണ്ടുപേരുടെയും മിനിസ്ട്രിയിൽ. വെളിപ്പാട് പുസ്തകം 11:7-8 വരെ നമുക്കൊന്ന് വായിക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അപ്പോൾ ഈ മിനിസ്ട്രി, ഇവരുടെ മെയിൻ മിനിസ്ട്രി എവിടെയാണ്? ഇവർ ലോകമെങ്ങും പോകുന്നില്ല. ഇവരുടെ മിനിസ്ട്രി സ്പെസിഫിക്കലി ടു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഉള്ളൊരു മിനിസ്ട്രിയാണ്. ഇസ്രായേലിനെ ആത്മീകമായി സോദോമും മിസ്രയീമെന്നും വിളിക്കപ്പെടുന്നതിൻ്റെ കാര്യം അവരുടെ സ്പിരിച്വൽ അഡൾട്ടറി കാരണമാണ്. അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ വിട്ട് ചുറ്റുമുള്ള അന്യജാതികളുടെ അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് തിരികെ പോകുന്നതും അങ്ങോട്ട് ചേരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ജീവനുള്ള ദൈവത്തെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കൂട്ടമായിട്ട്. കാരണം അതിന് സ്പിരിച്വൽ അഡൾട്ടറി എന്ന് പറയുന്നു. നമ്മൾ ഇവിടെ കാണുന്നത് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇവരുടെ മിനിസ്ട്രി പൂർത്തിയാക്കി ഇവർ രണ്ടുപേരും. അതുവരെ ബീസ്റ്റ്, ഈ ആൻറ്റൈ ക്രൈസ്റ്റിൻ്റെ ശക്തികൾക്കൊന്നും ഇവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. ദേ ഫിനിഷ്ഡ് ദെയർ മിനിസ്ട്രി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ മിനിസ്ട്രി കഴിഞ്ഞു. അതുവരെ ഇവർ വളരെ ശക്തമായി പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവരുടെ മേലുണ്ടായിരുന്നു. ഈ ബോട്ടംലെസ് പിറ്റ്, അഗാധഭൂമിയിൽ നിന്ന് കടന്നു വന്ന ബീസ്റ്റ്, ഈ ബീസ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 2 മൃഗത്തെ കാണാൻ കഴിയും. ഒരു മൃഗം കടലിൽ നിന്ന് വരുന്നു. കടൽ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 11-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 13-ന്റെ 11 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കരയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇവരെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പിന്നീട്. എന്നാൽ ഈ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം ആണ് ആൻറ്റൈ ക്രൈസ്റ്റ്, ജാതികളിൽ നിന്ന് കടന്നു വരുന്നത്. നമുക്കറിയാം അത് ആൻറ്റൈ ക്രൈസ്റ്റ് ആരാ? സിറിയൻ രാജാവാണ്, അല്ലേ? വമ്പ് പറയുന്ന സിറിയൻ രാജാവ്. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിച്ച് വരുമ്പോൾ നമുക്കറിയാം ഉടമ്പടിയുടെ പ്രഭു എന്ന് പറയുന്ന ആൻറ്റൈ ക്രൈസ്റ്റ്. ഈ ആദ്യത്തെ 3.5 വർഷ ടൈമിൽ ഈ ആൻറ്റൈ ക്രൈസ്റ്റ് മെയിൻലി ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്. അതേസമയം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആൻറ്റൈ ക്രൈസ്റ്റിന് ഒരു മാരകമായ ഒരു ഒരു വൂണ്ട് തലയിൽ ഏൽക്കുകയും, ഫേറ്റൽ വൂണ്ട് എന്ന് പറയുമ്പോൾ മരിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? മാരകമായ മരിച്ചു. എന്നാൽ ലോകമൊക്കെ കാണുക ഒരു അത്ഭുതം നടക്കുകയാണ്, ഒരു റിസറക്ഷൻ നടക്കുകയാണ് അവിടെ. ആ മുറിവ് സൗഖ്യമായി വരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ മരിച്ചു, പക്ഷേ പിന്നീട് ഈ മനുഷ്യനിൽ കയറി വരുന്ന ആത്മാവ് ഏതാണ്? അഗാധകൂപത്തിൽ നിന്ന് ഉള്ള ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് സാത്താൻ തന്നെ ഈ മനുഷ്യനിൽ പ്രവേശിച്ച്
ഇവന് വീണ്ടും ഒരു ജീവൻ പോലെ, ഒരു 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 റിസറക്ഷൻ പോലെ അവിടെ നടക്കുക. ഈ രണ്ടാമത്തെ ഭാഗമാണ് മഹോപദ്രവകാലം തുടങ്ങുന്നത്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22:3 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കറിയോത്താവ് യൂദയിൽ സാത്താൻ കടന്നു എന്ന്. അതിനു മുമ്പ് വരെ ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ യൂദ ഇസ്കറിയോത്ത് ചെയ്യുമെങ്കിലും കർത്താവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തിയാണ്. ജനത്തിൻ്റെ മുൻപിൽ വളരെ വളരെ മാന്യനായൊരു വ്യക്തിയായിരുന്നു. നോക്കണേ, കർത്താവായ യേശുക്രിസ്തു ഈ ഒരാൾ എന്നെ തള്ളിക്കളയെന്ന് പറയുമ്പോൾ പത്രോസും ബാക്കിയുള്ളവരൊക്കെ യോഹന്നാനൊക്കെ പറഞ്ഞു ഞാനാണോ. പക്ഷെ ആരും എന്നാൽ യൂദ ഇസ്കറിയോത്ത് ആയിരിക്കും എന്ന് ആരും പറഞ്ഞില്ല. നല്ല മാന്യനായൊരു ആളാ. പക്ഷെ കർത്താവിനറിയാം. കർത്താവ് പറയുക, നിങ്ങൾ ശുദ്ധരുണ്ട് ആണെങ്കിലും നിങ്ങളിൽ എല്ലാവരും ശുദ്ധന്മാരല്ലെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുക, അപ്പോഴേക്കും അവനിൽ സാത്താൻ കയറി. പിന്നീട് പറയുന്ന യോഹന്നാൻ 17:12 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ആ നാശയോഗ്യൻ എന്ന് പറയുന്നത് യൂദ ഇസ്കറിയോത്തിനെയാണ്. അപ്പൊ യൂദ ഇസ്കറിയോത്തിന് എന്ത് പറ്റി? നശിച്ചുപോയി അല്ലേ? 2 തെസ്സലോനിയർ 2:3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇത് പൗലോസിന്റെ പ്രവചനം, പ്രൊഫസിയാണ് കേട്ടോ. പൗലോസ് പ്രവചന പദ്ധതിയെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കിത് ഒന്ന് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയായവനും വെളിപ്പെടണം. അപ്പോൾ ഇതേ വാക്കാണ് കർത്താവായ യേശുക്രിസ്തു യൂദ ഇസ്കറിയോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാശയോഗ്യൻ, ദ സൺ ഓഫ് പ്രിഡിഷൻ. അപ്പൊ ഈ 2 പേരിലും കയറിയ ആത്മാവ് കണ്ടോ പറയുന്നത് എന്താ? സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഈ ആന്റൈ ക്രൈസ്റ്റ് ആ മാരകമായ വെട്ടേറ്റ് കിടക്കുമ്പോൾ, മരിച്ചതായിട്ട് കിടക്കുന്നു. ഒരു ടൈമിൽ അവനിലേക്ക് അഗാധ കൂപത്തിൽ നിന്ന് സാത്താൻ്റെ ആത്മാവ്, സാത്താൻ തന്നെ അവനിൽ പ്രവേശിക്കുക. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ ആന്റൈ ക്രൈസ്റ്റിനെ പറയുന്നത് ദ സൺ ഓഫ് പ്രിഡിഷൻ, നാശയോഗ്യൻ. അതാണ് രണ്ടാമത്തെ ഭാഗം. വളരെ കഠിനമായ ഒരു പീരീഡ്. അത് കണ്ട് ലോകമെങ്ങും വിസ്മയിച്ച് അവനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഫോൾസ് പ്രോഫറ്റ്, രണ്ടാമത്തെ മൃഗം, ഭൂമിയിൽ നിന്ന് കടന്നു വരുന്നത്. ആ വ്യക്തി അനേക അത്ഭുതങ്ങളും അടയാളം കാണിച്ച് ജനത്തെ ഈ സാത്താന്റെ മുദ്ര ഏൽക്കുവാനും ഈ ഒന്നാമത്തെ മൃഗത്തെ ആരാധിക്കുവാൻ കമ്പൽ ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 11:9-10 വരെ നമുക്ക് വായിക്കാം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഈ ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മഹോപദ്രവ കാലത്തിൽ അന്യജാതികളുടെ ഇടയിലും അവിശ്വാസികൾ സന്തോഷിക്കുന്ന ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. അത് ഈ ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ അവർ അന്യോന്യം വളരെ സന്തോഷവും അവരന്യോന്യം ഗിഫ്റ്റ്സ് കൊടുക്കുകയും അവരെ പീഡിപ്പിച്ച 2 പ്രവാചകന്മാർ മരിച്ചു കിടക്കുന്നത് അവർ കാണുകയും ആനന്ദിക്കുകയും ചെയ്യും. പക്ഷെ ആ ആനന്ദം വളരെ ഷോർട്ട് ലിവ്ഡാണ്. 3.5 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 11:14 വരെയുള്ള ഭാഗം.
3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഇവരുടെ ആ ഒരു 3.5 days വളരെ ഗിഫ്റ്റ് കൊടുക്കുകയും സന്തോഷവും ഒക്കെ ആയിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ജീവന്റെ ആത്മാവ് ഈ 2 പേരിൽ കടന്നു വന്ന് അവർ നിൽക്കുകയും അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ആ കാഴ്ച എല്ലാവരും കണ്ട് ഭയഭീതരായി. 13-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇരിക്കുന്ന ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ ശേഷിച്ചവർ ഉള്ള ആ വാക്യം അത്ര ക്ലിയർ ഉള്ളതല്ല, വാക്യമല്ല മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ആൻഡ് റെമനന്റ് were afraid and gave glory to God of heaven. ഈ റെമനന്റ് ആരാ? മലയാളത്തിൽ വായിച്ചാൽ ചിന്തിക്കും ബാക്കി ആൾക്കാരെല്ലാവരും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് ചിന്തിക്കും. പക്ഷേ ഈ ദ റെമനന്റ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഒളിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ ഈ വിശ്വാസത്തോടിരിക്കുന്ന യഹൂദർ അവിടെ ഇവിടെ ഒളിച്ച് പാർക്കുന്നു. അവരിത് കണ്ടു, അവരിത് കേട്ടു, അവർ ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുക്കുക. ദ ഗോഡ് ഓഫ് ഹെവൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതേസമയം ബാക്കിയുള്ളവരോ അവിശ്വാസികളോ അവർ ഭയഭീതരായി, അവർ മാനസാന്തരപ്പെടുന്നില്ല. അവിടെ കാണുന്നത് എന്തുവാ? വലിയൊരു ഭൂകമ്പം. പട്ടണത്തിന്റെ 10-1 നശിച്ചു പോയി. 7,000 പുരുഷന്മാർ, 7,000 പേർ മരിക്കുകയും ചെയ്തു. ഇത് കണ്ടു. ഇത് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഭൂകമ്പം അനേക പ്രാവശ്യം കാണുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ദൈവം പറയുക, ദ സെക്കൻഡ് വോ ഈസ് പാസ്റ്റ്. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ വേഗം വരുന്നു. ഈ 3-ാമത്തേതാണ് 7-ാമത്തെ കാഹളം. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ഇത് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 11, 15 തൊട്ട് 17 വരെയുള്ള ഭാഗം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു ശബ്ദം, വലിയൊരു ഘോഷണം ഉണ്ടാകുകയാണ്. ദ കിങ്ഡംസ് ഓഫ് അവർ ലോർഡ് ആൻഡ് ഓഫ് ഹിസ് ക്രൈസ്റ്റ് have become the kingdoms of our Lord and of his Christ, and he shall reign forever and ever. ഈ ഘോഷണം സ്വർഗനിവാസികൾക്ക് വളരെ സന്തോഷവും ആനന്ദവും ഉണ്ടായി. അവരെല്ലാവരും ആരാധിക്കുകയാണ്, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ വിശേഷത പറഞ്ഞ പോലെ, വിച്ച് ആർട്ട്, വിച്ച് വാസ്റ്റ് ആൻഡ് വിച്ച് ആർ ടു കം. ഈ 3 പദങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 1:8, 2:8, 4:8. 2:8 പറയുക, ദീസ് തിങ്സ് സെയ്ത്ത് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വിച്ച് വാസ് ഡെഡ് ആൻഡ് ഈസ് അലൈവ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് എന്നേക്കും ജീവിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ. അപ്പോൾ കർത്താവിൻ്റെ ഡിവിനിറ്റി, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നൊരു ഭാഗമാണ്. 12-ാമത്തെ അധ്യായമാണ് സ്വർഗത്തിൽ
വലിയൊരു യുദ്ധമുണ്ടാകുന്നതും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.